ഹമാസ് എന്ന ഭീകര സംഘടനയുടെ എല്ലാമെല്ലാമായ ഇസ്മായിൽ ഹനിയ ഇല്ലാതായതോടെ ആ സംഘടനയുടെ അടുത്ത നീക്കമെന്തെന്ന് ഉറ്റുനോക്കുകയാണ് പാശ്ചാത്യ നിരീക്ഷകർ. ബിൻ ലാദന്റെ വധത്തിലൂടെ അൽ ഖ്വയ്ദ ഇല്ലാതായതുപോലെ, അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വധത്തിലൂടെ IS-നെ ഇല്ലാതാക്കിയതുപോലെ ഹനിയയുടെ വധത്തിലൂടെ ഹമാസും ഇല്ലാതാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ ഹമാസിന്റെ നേതാക്കളൊന്നൊന്നാകെ കൊല്ലപ്പെട്ടപ്പോഴും സംഘടനയെ ഖത്തറിലെ ഒളിക്കേന്ദ്രത്തിലിരുന്ന് ചലിപ്പിച്ചുകൊണ്ടിരുന്നത് ഹനിയയായിരുന്നു. സംഘടനയുടെ ബുദ്ധികേന്ദ്രവും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയിരുന്നതും നയതന്ത്രമുഖമായി ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിച്ചിരുന്നതും ഹനിയയായിരുന്നു. ഇസ്രായേലി സേനയുടെ ആക്രമണം തുടർന്നാൽ ഹമാസിന് ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതുപോലെയായിരുന്നു അടുത്തിടെയായി ഹനിയയുടെ നീക്കങ്ങൾ. ഗാസയിലെ തന്റെ വീട് ആക്രമിച്ച് 3 ആൺമക്കളെയും 4 കൊച്ചുമക്കളെയും ഇസ്രായേലി സൈന്യം വധിച്ചപ്പോഴും ഇത് സമാധാന ചർച്ചയെ ബാധിക്കില്ലെന്ന നിലപാട് ഹനിയ കൈക്കൊണ്ടത് ഇസ്രായേലി സേനയോട് പോരടിച്ച് മടുത്തതുകൊണ്ട് തന്നെയായിരുന്നു. 10 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ വൻ മുന്നേറ്റമായി ഹനിയയുടെ കൊലപാതകത്തെ വിലയിരുത്തുന്നുണ്ട്. 1962 ഗാസ സിറ്റിക്കു സമീപത്തെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഹനിയയുടെ ജനനം. 1948 പലസ്തീൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായതായിരുന്നു ഹനിയയുടെ മാതാപിതാക്കൾ. പഠനകാലത്തു തന്നെ ഇസ്ലാമിക് വിദ്യാർത്ഥി സംഘടനയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും നേതൃനിരയിലേക്ക് എത്തുകയും ചെയ്തു. 1987 ഹമാസ് രൂപീകരിക്കുമ്പോൾ സംഘടനയുടെ സ്ഥാപകാംഗമായിരുന്നു ഹനിയ. ഒന്നാം ഇൻതിഫാദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ ചുവട് പിടിച്ചാണ് 1987 ഹമാസ് സംഘടന രൂപം കൊണ്ടത്. അന്നു മുതൽ ഹനിയ ഹമാസിന്റെ ഭാഗമായിരുന്നു. ഇൻതിഫാദയുടെ പേരിൽ 1988 ഹനിയയെ 6 മാസത്തോളം ഇസ്രായേൽ ജയിലിലടച്ചിരുന്നു. പിന്നീടും പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ പലതവണ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 1992 ഹനിയയെ നാടുകടത്തി. മറ്റ് നിരവധി ഹമാസ് നേതാക്കൾക്കൊപ്പം ഇസ്രായേലിനും ലബനനും ഇടയ്ക്കുള്ള പ്രദേശത്തേക്കാണ് ഹനിയയെയും സംഘത്തെയും നാടുകടത്തിയത്. 1 വർഷത്തിനു ശേഷം ഹനിയ ഗാസയിലേക്ക് തിരിച്ചെത്തി. ഹമാസ് സ്ഥാപകനും സംഘടനയുടെ ആത്മീയ നേതാവുമായിരുന്ന ഷെയ്ഖ് യാസിന്റെ വലം കൈയായിരുന്നു ഹനിയ. പിന്നീട് കുറച്ചുകാലത്തിനു ശേഷം ഷെയ്ഖ് യാസിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി അദ്ദേഹം മാറി. 2003 യാസിൻ കൊല്ലപ്പെടുന്നതുവരെ ഹനിയ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹനിയയെ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണത്തിലാണ് യാസിൻ കൊല്ലപ്പെട്ടത്. പിന്നീട് അതിവേഗമാണ് ഹനിയ ഹമാസിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നത്. 2006 ജനുവരിയിൽ പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഹമാസ് പാലസ്തീനിലെ രാഷ്ട്രീയ പാർട്ടിയായ ഫാത്തായെ പരാജയപ്പെടുത്തി. ഹമാസ് അധികാരത്തിൽ എത്തിയതോടെ ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. ഹനിയ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇസ്രായേൽ ഗാസ മുനമ്പിലെ ഉപരോധങ്ങൾ ശക്തമാക്കി. ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്കുണ്ടായ റോക്കറ്റ് ആക്രമണത്തിനു പിന്നാലെയായിരുന്നു നടപടി. ഇതേ തുടർന്നുണ്ടായ സംഘർഷം ദശാബ്ദങ്ങളായി തുടരുകയാണ്. ഹമാസിനുള്ളിലുണ്ടായ അധികാര വടംവലിയെ തുടർന്ന് തൊട്ടടുത്ത വർഷം ഹനിയയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നീക്കി. തുടർന്ന് ഹമാസ്, ഫത്ത പാർട്ടികൾ ചേർന്നുള്ള ഐക്യ സർക്കാർ അധികാരത്തിലെത്തി. എന്നാൽ ഗാസയിൽ ഇസ്രായേലുമായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2012 പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് സർക്കാരിനെ പിരിച്ചുവിടുകയും ഗാസയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പ്രസിഡന്റിന്റെ ഉത്തരവ് അനുസരിക്കുവാൻ ഹനിയ കൂട്ടാക്കിയില്ലെന്നു മാത്രമല്ല, ഗാസയിൽ ഭരണം തുടരുകയും ചെയ്തു. ഫത്ത പാർട്ടിയാകട്ടെ ഗാസയ്ക്കു സമീപത്തെ വെസ്റ്റ് ബാങ്ക് കേന്ദ്രമാക്കിയും ഭരണം തുടർന്നു. ഏതാനും വർഷങ്ങളായി ഇരു സംഘടനകളും കടുത്ത ഭിന്നതയിലാണ്. ഭിന്നത പരിഹരിക്കാൻ പലകുറി ചർച്ചകൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല. 2021-22 പലസ്തീൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഹമാസ് ബഹിഷ്കരിച്ചതോടെ ഭിന്നത വീണ്ടും മറനീക്കി.
പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസാണ് ഇപ്പോൾ ഫത്താ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. എന്തുതന്നെയായാലും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ആര് എന്ന ചോദ്യത്തിന് വിരൽ നീളുന്നത് ഇസ്രായേലിനു നേർക്കാണ്. വിദേശ രാജ്യങ്ങളിലെ ഓപ്പറേഷനുകളിൽ പ്രതികരിക്കാതിരിക്കലാണ് ഇസ്രായേലിന്റെ രീതി. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ മൂക്കിനു കീഴിലാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ശത്രുവിനെ അവന്റെ സുരക്ഷിത മാളത്തിൽ ഉന്മൂലനം ചെയ്യുക എന്ന രീതിയാണ് ഹനിയ വധത്തിൽ അവലംബിച്ചിരിക്കുന്നത്. ഹമാസിന് ആയുധവും പണവും നൽകുന്ന ഇറാനുള്ള ശക്തമായ താക്കീത് കൂടിയാണിത്. കഴിഞ്ഞ മാസം ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിനു മറുപടിയായി 1600 കിലോമീറ്റർ അകലെയുള്ള യമനിലെ ആക്രമണം നടത്തിയ ശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്രായേലിന്റെ നീളമുള്ള കരങ്ങളിൽ നിന്ന് ഒരു ശത്രുവിനും രക്ഷപ്പെടാനാവില്ലെന്നാണ്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിനു പിന്നാലെ ഹമാസ് നേതൃത്വത്തെ എവിടെ വെച്ചും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവ് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന് നൽകിയെന്നും നെതന്യാഹു മുൻപ് അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം മേധാവിയായി 2017 തെരഞ്ഞെടുക്കപ്പെട്ട ഹനിയ തുടർന്നുള്ള ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഖത്തറിലാണ് ചെലവഴിച്ചത്. ഹനിയയെ ഇല്ലാതാക്കാനായി ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ഖത്തറല്ല, ഹമാസിനെ പോറ്റുവളർത്തിയ ഇറാനാണ്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് പസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് വധമെന്നത് ശ്രദ്ധേയമാണ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് പസഷ്കിയാനുമായും ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുമായും ഹനിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു മുൻപ് പലവട്ടം ഹനിയ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇറാനിൽ അദ്ദേഹം വലിയ സുരക്ഷിതത്വ ബോധം അനുഭവിച്ചിരിക്കാമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകരുടെ അഭിപ്രായം. ഹനിയയുടെ മരണത്തോടെ ഹമാസ് നേതൃനിരയുടെ മുനയൊടിഞ്ഞിരിക്കുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖ്വാസം ബ്രിഗേഡിന്റെ തലവൻ മുഹമ്മദ് ദൈഫ് 2 ആഴ്ച മുൻപ് ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സെൻട്രൽ ഗാസയിൽ കുട്ടികളടക്കം 90 പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഏറെ പഴികേട്ടിരുന്നു. ഗാസയിലെ ഹമാസ് നേതൃത്വത്തിൽ ഇനി അവശേഷിക്കുന്നത് യഹ്യ സിൽവൻ മാത്രമാണ്.